അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ നട്ടെല്ലായ കിഫ്ബി 25ന്റെ നിറവിൽ. സംസ്ഥാനത്താകമാനം വേർതിരിവില്ലാതെ നടപ്പാക്കിയ വികസനമാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രജത ജൂബിലി ആഘോഷ കാഴ്ചകളും ഭാവി പ്രതീക്ഷകളും തിരുവനന്തപുരം നിശാഗന്ധിയിലെ വർണ്ണാഭമായ ചടങ്ങിൽ അവതരിപ്പിച്ചു. കേരളത്തിന്റെ സമസ്ത മേഖലയിൽ കിഫ്ബിയുടെ വികസനമെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, കിഫ്ബിയുടെ പദ്ധതികൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ്. രജത ജൂബിലി ആഘോഷവേദിയിൽ മസാല ബോണ്ട് വിമർശനത്തിനും മറുപടി. മലർക്കുടിക്കാരന്റെ സ്വപ്നമെന്ന് ആക്ഷേപിച്ചവർക്ക് മുന്നിൽ കിഫ്ബി അഭിമാനമായി മാറിയെന്ന് ധനമന്ത്രി. കിഫ്ബി എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്, നടക്കാൻ പോകാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് ധാരാളം ആക്രമണങ്ങൾ കേട്ടിട്ടുണ്ട്. 4/3 രണ്ടാം പിണറായി സർക്കാരുമാണ് ചെലവാക്കിയത് എന്നുള്ളതുകൊണ്ട് വീണ്ടും ഒരു സർക്കാരിന് തുടർച്ചയുണ്ടാവാമെങ്കിൽ ഇതിനേക്കാളും എത്രയോ കൂടുതൽ ചെലവാക്കാൻ കഴിയും, ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന സാധ്യത കൂടി ഞാൻ പറയുകയാണത്. സാധ്യതയാണ്, വേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. വഴിയിലിട്ടിട്ട് പോകാനല്ല വികസനം. കിഫ്ബി സിഇഒ KM എബ്രഹാം നവകേരള ദർശനവും കിഫ്ബിയും എന്ന വിഷയത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ മന്ത്രിമാരായ കെ രാജൻ, ജെ ചിഞ്ചുറാണി, GR അനിൽ, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.